ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായും സേഫായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി വിഷുവിന് 2 ദിവസം, നാളെ ഹോശാന ഞായറാഴ്ച. അപ്പോൾ ഹോശാനയുടെ വിശേഷങ്ങൾ നാളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പഞ്ചായത്തിലെ വിഷുച്ചന്ത ഉണ്ടായിരുന്നു, ഇന്നായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ണിയപ്പമൊക്കെ കൊടുക്കണമായിരുന്നു, അതെല്ലാം കൊടുത്തു. ആ റെസിപ്പി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് തീർച്ചയായിട്ടും വിഷുവിന് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ആക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ. ഇപ്പം നമ്മുടെ പച്ചരി കുതിർന്നത് വേണ്ട, വെള്ളമെല്ലാം വാങ്ങി വന്നിട്ട് ഞാൻ ഒരു കിഴിശപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ശർക്കര 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. അത് 1 മഗ് വെള്ളത്തിൽ നമ്മൾ ചൂടാക്കാനായിട്ട് ഇതിൻ്റെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ജീരകവും ഏലക്കായും കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ ഈ ജീരകത്തിലോട്ടും ഏലക്കായിലോട്ടും പൊടിഞ്ഞ് കിട്ടാനും മാത്രം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ അരിയെല്ലാം വെള്ളം തോർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ്, ഞാൻ മിക്സിയിലേക്ക് പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 3 പാളയംതോടൻ പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ശർക്കര പാനിയാക്കിയത് ഇതിലേക്ക് നമുക്ക് അരിച്ച് ചെറു ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അരിച്ചെടുക്കാം. അങ്ങനെ എല്ലാം ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ മാവെല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ അരയ്ക്കുന്ന രീതിയിൽ തന്നെ ഇത്രയും കട്ടി വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് ഒരു 5-6 മണിക്കൂർ മൂടി വെക്കാം. ഞാൻ ഇതിനകത്ത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. പഴം അതോ ശർക്കരപ്പാനിയല്ല ഒഴിച്ച് മാത്രം മിക്സ് ചെയ്ത് വെക്കുകയാണ്. രാവിലെ നമുക്കിതിനകത്ത് തേങ്ങ വറുത്തതും നെയ്ക്കകത്ത് വറുത്തതും അതുപോലെ ഏലക്കായും ജീരകവും എല്ലാം പൊടിച്ചതും കൂടെ ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് 6 മണിക്കൂറായിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങ നെയ്ക്കകത്ത് വറുത്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയാണ്. നമുക്കത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ച ജീരകവും ഏലക്കയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചത് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറിയ ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ 5 മണിക്കൂർ 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ നമുക്ക് രാവിലെ ഇത് ഞാൻ രാത്രിയിലാണ് തയ്യാറാക്കി വെച്ചത്. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഇതുണ്ട്, ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു ഗ്ലാസ്സിലെടുത്ത് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം ഞാൻ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തേണ്ട ഉപയോഗിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കെല്ലാം തന്നെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ രാവിലത്തെ ചേമ്പ് വെന്തോ തൈര് സംബന്ധി ഉണ്ടാക്കി നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിനൂടെ ഇനി അത് പാക്ക് ചെയ്യണം. പിന്നെ ചായ എല്ലാം റെഡി ആയിട്ടുണ്ട്. അവന്മാർ 2 പേരും എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി രാവിലെ കഴിക്കാൻ കൊടുത്തിട്ട് വേണം അത് പാക്ക് ചെയ്തിട്ട് വേണം 10 മണിയാകുമ്പോഴത്തേക്കിനും അവിടെ കൊണ്ട് കൊടുക്കാനേ.
സാധനമെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പഞ്ചായത്തിലെത്തി. അപ്പോഴത്തേനും അവിടെ അവർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ന് പഞ്ചായത്ത് അവധിയായിരുന്നു. കുടുംബശ്രീയുടെ ഈ ഒരു വിഷുചന്ത മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മുടെ സാധനമെല്ലാം വൈകുന്നേരം ആയപ്പോഴത്തേന് തീർന്നായിരുന്നു. അപ്പം തിരിച്ച് വരുന്ന വരവിൽ ചീരയൊക്കെ കിട്ടിയായിരുന്നു. നോയമ്പായതുകൊണ്ട് നമുക്ക് പച്ചക്കറിയാണല്ലോ. പിന്നെ വന്നു കഴിഞ്ഞാണ് ചോറെല്ലാം വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയായപ്പോഴത്തേക്കിന് അവർക്ക് 5 മണിയാകുമ്പോഴത്തേന് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് അവർ പൂവൊക്കെ കുറച്ചൊക്കെ പറിച്ചുകൊണ്ട് വെച്ചു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.